ഹായ്, ഇന്ന് പപ്പായയും ചെറുപയറും ചേർത്ത് നല്ല ഒരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പം ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായി പഴുക്കാൻ തുടങ്ങിയ പപ്പായയാണ്. ചെറിയ കളർ വന്നിട്ടുണ്ട്. ചെറിയ കളർ വന്ന പപ്പായ വേണം ഇതിനായിട്ട് എടുക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ചെറുപയറാണ് ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത്. ചെറുപയറിന് പകരം വൻപയർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറുപയർ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറുപയറിലേക്ക് തന്നെ നമ്മുടെ ഈ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പിന്നെ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്മിലാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ എരിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ മതി. ഇതിലേക്ക് 2-3 കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരി വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് കാന്താരിയുടെ അളവൊക്കെ കുറച്ചത്. പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഇതിന് കടുക് വറുക്കുന്നതിനാവശ്യമുള്ള സവാള അരിഞ്ഞെടുക്കുകയാണ്. എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങായും ഉള്ളിയും കൂടെ വറുത്ത് കോരി ഇടുന്ന ഒരു പതിവുണ്ടല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അരമുറി സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത്. നമ്മുടെ വിസിൽ ഒക്കെ വന്ന് കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നന്നായിട്ട് കഷ്ണങ്ങളും ചെറുപയറും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി കൊണ്ട് നമുക്കിതൊന്ന് ഭംഗിയായിട്ട് ഉടച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊന്നും ഇല്ലാതെയാണ് ഉടച്ചു കൊടുക്കുന്നത്. കഷ്ണങ്ങൾ വേണം എന്നുള്ളവർക്ക് അത്ര അധികം അങ്ങ് ഉടച്ചു കൊടുക്കണ്ട. ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങായും സവാളയും വറുത്ത് കോരിയിടാം. ആദ്യം നമ്മൾ ഒരു പാന് തൊട്ടടുത്ത സ്റ്റവിലോട്ട് ബർണറിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം.
കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പാകത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കാം. ഇനി നമ്മളിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി പപ്പായ ചെറുപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.